ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ? ഇതാണ് ആള്. പുതുമഴയിൽ കുളിച്ചൊരുങ്ങി നിൽക്കുന്ന തുടുപ്പൻ ചീര. പറമ്പിലാകെ ഉണർവോടെ വീര്യത്തോടെ നിൽക്കുന്ന തുടുപ്പനെ ഓരോന്നായി ഞാൻ നുള്ളിയെടുത്തു. അതിനുശേഷം അതിലെ കുഞ്ഞിപ്പൂക്കളെ, വികൃതി പുഴുക്കൾ കരണ്ട ഇലകളെയും നുള്ളി മാറ്റി. അപ്പോൾ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടുമോ എന്ന് ചോദിച്ചു നിന്ന തഴുതാമക്കുരുന്നിനെയും ഞാൻ ഒപ്പം കൂട്ടി. കുളിച്ച് സുന്ദരനായെങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടെ കുളിപ്പിച്ച് കുടഞ്ഞ് തോർത്താനിരുത്തി. എന്നിട്ട് കുറേശ്ശെ എടുത്ത് അരിഞ്ഞരിഞ്ഞ് പാത്രത്തിലാക്കി. കുനെ അരിഞ്ഞ് പാത്രം നിറച്ചു. ഇനിയാണ് ഇവനെ തോര രാജാവാക്കുന്നത്. അതിനായുള്ള ആഭരണങ്ങൾ: തേങ്ങ, ഉള്ളി, മുളക്, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അവൻ്റെ സിംഹാസനം സ്റ്റൗവിൽ റെഡിയായി. അതിലേക്ക് എണ്ണയൊഴിച്ചു. കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ടു. അവനെ അതിലിരുത്തി വീര്യപ്രതാപത്തോടുകൂടി സിംഹാസനത്തിലിരുന്നു. എന്നാൽ ചൂടേറ്റ അവൻ ശൗര്യമെല്ലാം ശമിച്ച് അതിൽ അല്പം ഉപ്പും ചേർത്ത് അവനെ തട്ടിപ്പൊത്തി അടച്ചു വച്ചു. ഒരാവി കയറിയ ശേഷം തുറന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി മറിച്ച് അതിനുശേഷം ചതച്ചു വച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി മറിച്ച് തട്ടിപ്പൊത്തി അടച്ചു വച്ചു. ഒരാവി കയറിയ ശേഷം തുറന്ന് തേങ്ങയിട്ട് ചിക്കി മറിച്ച് കുഴച്ച് പെരട്ടി എടുത്തു. നമ്മുടെ തോര രാജാവ് റെഡിയായി കഴിഞ്ഞു. ജലാംശം പോകുന്നതിന് വേണ്ടി വീണ്ടും ഒന്നുകൂടെ ചിക്കി തുറന്നു വെച്ചു. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി. തുടുപ്പൻ തോരൻ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.